വോട്ടേഴ്സ് ചോയ്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തിരുക്കൊച്ചി ഫിൻക്യാപ്പ്, മലയാളത്തിന്റെ സ്വന്തം ഗോൾഡ് ലോൺ കമ്പനി. വോക്കറു ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ. വോട്ടേഴ്സ് ചോയ്സ് 2025 തുടരുകയാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ വിധിയെഴുത്ത് ദിവസമായി ഇന്ന് കൗണ്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, UDFിൻ്റെ ശക്തമായ തിരിച്ചുവരവിനാണ് കേരളം സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. മുനിസിപ്പാലിറ്റികളിൽ ആണെങ്കിൽ തന്നെയും ഗ്രാമപഞ്ചായത്തുകളിൽ പോലും ശക്തമായ മുന്നേറ്റം അവർക്ക് നടത്താൻ സാധിച്ചിരിക്കുകയാണ്. കേവലം ബ്ലോക്ക് പഞ്ചായത്തിൽ മാത്രമാണ് നേരിയ ലീഡ് ഇക്കാര്യത്തിൽ LDFന് നിലനിർത്താൻ സാധിക്കുന്നത്. അതും നേരിയ വ്യത്യാസം മാത്രമാണ്, വളരെ വളരെ നേരിയ വ്യത്യാസത്തിൽ മാത്രമാണ്. രണ്ടാമതായി പറയേണ്ടത്, ഇവിടെ കോർപ്പറേഷനുകളിൽ വളരെ ശക്തമായ മുന്നേറ്റം UDFന് നടത്താൻ സാധിച്ചു. വളരെ ശക്തമായ തിരിച്ചുവരവാണ് കേരളം സാക്ഷിയാകുന്നത്. UDFിൻ്റെ തിരിച്ചുവരവിനാണ്. 4 കോർപ്പറേഷനുകളിൽ അവർ മുന്നിട്ട് നിൽക്കുകയാണ്. കേവലം ഒരിടത്ത് മാത്രമാണ് ഇവിടെ LDFന് ലീഡ് നിലനിർത്താൻ സാധിച്ചിരിക്കുന്നത്, തൃശ്ശൂരിലാണ്. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അവിടെ NDAയുടെ മുന്നേറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുഞ്ചു, തിരുവനന്തപുരത്ത് NDAയുടെ മുന്നേറ്റം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. എടുത്തു പറയേണ്ടത് നേമം വാർഡിലെ വിജയം തന്നെയാണ് എന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും. കാരണം നേമം വാർഡിന്റെ വിജയത്തിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട, കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പായിട്ട് രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്, ഇനി മത്സരിക്കുന്നുണ്ടോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മത്സരിക്കുന്നുണ്ട്. ഇനി ഏത് വാർഡാണ് നിങ്ങൾക്ക് താല്പര്യം, അല്ലെ എനിക്ക് നിൽക്കാൻ താല്പര്യം നിങ്ങൾക്കറിയണോ, അത് നേമം ആണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. കാരണം നേമത്ത് അവർക്ക് താമര വിരിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ശിവൻകുട്ടി വെല്ലുവിളിച്ച് ആ താമര അസ്തമിപ്പിക്കുക, അല്ലെങ്കിൽ ആ താമര വെള്ളത്തിൽ മുക്കിക്കളയും എന്നുള്ളൊരു പ്രചാരണത്തോടു കൂടി തന്നെയായിരുന്നു നേമത്ത് വർക്ക് ചെയ്തത്. നേമത്ത് ഒരു വിജയം നേടാൻ കഴിഞ്ഞത്, താമര ഇനി ഇല്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ സാഹചര്യത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. നേമത്ത് ഏതായാലും ഇത്തവണ താമര വിരിയും, 2026 തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താമര വിരിയിച്ചിട്ടേ അടങ്ങും എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം തന്നെ നടക്കുക, ഒരു വെല്ലുവിളി എന്നുള്ള നിലയിൽ തന്നെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ശിവൻകുട്ടി വീണ്ടും പറയുകയുണ്ടായി, ആ ആഗ്രഹം അങ്ങ് എട്ടായി മടക്കി വെച്ചാൽ മാത്രം മതി, അതിനി നടക്കാൻ പോകുന്നില്ല, താമരയൊക്കെ ഞങ്ങൾ വെള്ളത്തിനടിയിലേക്ക് മുക്കിക്കളഞ്ഞാണ്, നേമത്തിന് താമര വിരിയുകയില്ല എന്ന് അദ്ദേഹം തിരിച്ച് മറുപടി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വാക്പോര് നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നേമത്ത് ഒരു ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാനായി BJPക്ക് സാധിക്കുന്നു എന്നുള്ളത്. ഭൂരിഭാഗം വാർഡുകളിലും BJPക്ക് ജയിക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ തവണ ഒരു വോട്ടിനൊക്കെ ജയിച്ച ആൾക്കാർ ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥി ഇപ്പോൾ 1000 വോട്ടിന് ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് കടന്നു എന്ന് പറയുന്നത് BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകാൻ, നമ്മൾ പലപ്പോഴും നമ്മൾ തന്നെ ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. BJP എന്ന് പറയുമ്പോൾ ഒരു മുഖം തിരിക്കുന്ന ഒരു അനുഭവം മുമ്പ്, അതായത് 2 ടേമുകൾക്ക് മുമ്പ് വരെ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്ന ഒരു അനുഭവം ജനങ്ങൾക്ക്, സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അത് മാറിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് തോന്നുന്നു ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രിയെ മുൻനിർത്തി ഒരു പ്രചരണം നടത്തുന്നത്. നിങ്ങൾ ഇവിടെ നമ്മളെ ജയിപ്പിക്കൂ, ഇവിടെ BJP അധികാരത്തിൽ കൊണ്ടുവരൂ, 45 ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസന രേഖ അവതരിപ്പിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുമെന്ന് പറയുന്നത് ഈ വോട്ടേഴ്സിനെ ആലോചിച്ച് വെക്കുക. ഒരു ഐക്കണായി പ്രധാനമന്ത്രിയെ പോലും അവതരിപ്പിച്ചുകൊണ്ടുള്ള അവരുടെ പ്രചരണ തന്ത്രം വിജയിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അത് മാത്രമല്ല, അവരുടെ വളരെ അടിത്തട്ടിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വർക്കും നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റും. നമ്മളിപ്പോൾ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ വർഷം പോലും ഓരോ നേതാക്കളെയും ടോക്കിംഗ് പോയിന്റിലേക്ക് ബന്ധപ്പെടുമ്പോൾ ഇന്ന് വരാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നാളെ വരാൻ സാധിക്കില്ല. നമുക്ക് യുവരാജ് ഗോകുലൊക്കെ അത്തരത്തിലുള്ള ഒരു മറുപടിയാണ് നൽകിക്കൊണ്ടിരുന്നത്. കാരണം എനിക്ക് നിന്ന് വളരെ അർജന്റായിട്ട് ചെയ്യാൻ സാധിക്കേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട്, അതിലേക്കൊക്കെ തന്നെ പോവുകയാണ്, നാളെ മീറ്റിംഗ് ഉണ്ട്, നമുക്കിപ്പോൾ നിന്ന് തിരിയാൻ സമയമില്ലാത്ത വർക്കാണ്. പലപ്പോഴും പല പ്രാദേശിക നേതാക്കളും അതിൽ പരാതി പോലും പറഞ്ഞിട്ടുണ്ട്, രാജീവ് ചന്ദ്രശേഖർ ഇത്രയേറെ വർക്ക് ലോഡ് കൊടുക്കുകയാണ് എന്നുള്ളത്. പക്ഷേ മറുവശത്ത് നിന്ന് എന്താണ് പറയാൻ കഴിയുന്നത്? ജയിക്കണമെങ്കിൽ വർക്ക് ചെയ്യണം. ആ വർക്ക് തീർച്ചയായിട്ടും ബലം കണ്ടിരിക്കുകയാണ്. താഴെത്തട്ടിലുള്ള പ്രവർത്തകർ മുതൽ പ്രാദേശിക നേതാക്കൾ മുതൽ ഇങ്ങ് മുകളിൽ രാജീവ് ചന്ദ്രശേഖർ വരെ കൃത്യമായ അജണ്ട സെറ്റ് ചെയ്ത് കൃത്യമായ മാർഗരേഖകൾ നൽകി ആ മാർഗരേഖ അനുസരിച്ച് മുന്നോട്ട് പോയതിൻ്റെ ഒരു ഫലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നേരത്തെ നമുക്ക് പറയാൻ സാധിക്കുന്ന വേറൊരു കാര്യം, ഇപ്പോൾ ശ്രീലേഖ നേരത്തെ പിന്നിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ മുന്നിലായിരിക്കുകയാണ്. BJPയുടെ കോൺഗ്രസിന്റെ ശബരിനാഥ് മുന്നിലെത്തിയിരിക്കുകയാണ്. അല്ല, ഇതിൽ ഇപ്പോൾ താങ്കൾ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം, ഇത് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അതായത് ഈ താഴെത്തട്ടുള്ള ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലെന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അത് UDFിന്റെ നേതാവായിട്ടുള്ള പാലോട് രവിയായിരുന്നു. ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിന്റെ പേരിൽ അദ്ദേഹത്തെ ക്രൂശിച്ചു. അതാണ് BJP പ്രാവർത്തികമാക്കിയത്. അദ്ദേഹം പറഞ്ഞു BJP അത് പ്രാവർത്തികമാക്കിയത്. അതായത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നിലധികം വീടുകളിൽ ഒന്നിലധികം തവണ പോയിരിക്കണം. ചിലപ്പോൾ അവർ ചീത്ത വിളിക്കും, കാരണം കഴിഞ്ഞ തവണ നിങ്ങൾ എന്ത് തന്നു എന്നുള്ള രീതിയിൽ ചീത്ത വിളിക്കും. നിങ്ങളെ അവർ പറയാവുന്നുള്ള എല്ലാം പറയും, നിങ്ങളത് കേൾക്കണം, നിങ്ങളത് കേട്ടുകൊണ്ട് ഇനി അത് കേട്ട് സഹിച്ച് നിങ്ങൾ വീണ്ടും ആ വീട്ടിൽ പോയി വർക്ക് ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു അടിയൊഴുക്ക് നടന്നിട്ടുണ്ടോ എന്ന് ശക്തമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏത് തരത്തിലുള്ള അടിയൊഴുക്ക്? അത് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ
LDF ജയിക്കുന്നിടത്ത് LDFും UDF ജയിക്കുന്നിടത്ത് UDFുമായി സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ വ്യക്തമാകുന്ന വിധത്തിലാണ് ഇപ്പോഴത്തെ ട്രെൻഡ് പോകുന്നത്. അത് BJPയുടെ മുന്നോട്ടുള്ള പോക്കിനെ വളരെയധികം തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. ഭൂരിപക്ഷത്തിലേക്ക് അവർ എത്തുമോ എന്ന സംശയത്തിലേക്ക് എത്തുന്ന വിധത്തിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ 27 NDA മുന്നിട്ട് നിൽക്കുന്നത്, 16 LDF ഉണ്ട്, 14 സ്ഥലത്ത് UDF ഉണ്ട്. അതായത് അത് വളരെ ചൂസ് ചെയ്ത് വോട്ട് ചെയ്ത ലക്ഷണമുണ്ട്. അതായത് LDF ആണ് BJPയെ തോൽപ്പിക്കാൻ കരുത്തുള്ളതെന്ന് തോന്നിയാൽ അവിടേക്ക് മുസ്ലിം വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്യുകയും തിരിച്ച് UDF ആണ് ജയിക്കാൻ സാധ്യതയുള്ളതെന്ന് തോന്നുന്നിടത്ത് തിരിച്ച് UDFിലേക്കും ഷിഫ്റ്റ് ചെയ്യുന്ന പഴയ രീതിയിലുള്ള മുൻകാലങ്ങളിൽ തിരുവനന്തപുരത്ത് നടന്നിരുന്ന അതേ ട്രെൻഡുകൾ ഇപ്പോഴും ഇവിടെ ആവർത്തിക്കുന്നു എന്നുള്ളത് കൂടെ നമുക്ക് ഈ NDAയുടെ മുന്നേറ്റം ഉണ്ടെങ്കിൽ പോലും അതിനൊരു ബ്ലോക്ക് വന്നതിൽ നിന്ന് അല്ലെങ്കിൽ സ്ലോ ആയതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും വളരെ ഏറെ മണ്ഡലങ്ങളുടെ അല്ലെങ്കിൽ വാർഡുകളുടെ ട്രെൻഡ് നമുക്കിനി അറിയാനുണ്ട്. 40-ലേറെ വാർഡുകളുടെ ട്രെൻഡ് ഇനിയും നമുക്ക് അറിയാനുണ്ട്. ഒരിടത്ത് സ്വതന്ത്രം ജയിച്ചു. രാധാകൃഷ്ണൻ പ്രസ് ക്ലബിന്റെ മുൻ ഭാരവാഹിയാണ് അദ്ദേഹം വിജയിച്ചിരിക്കുകയാണ്. നേരത്തെ LDFിനൊപ്പം നിന്ന ഒരാളായിരുന്നു. അതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന് മർദ്ദനമേറ്റ വിവരവും നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു റിപ്പോർട്ടാണ് നമുക്ക് നൽകാൻ സാധിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും. തിരുവനന്തപുരത്ത് വളരെ ശക്തമായ മുന്നേറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വിജയിച്ചിരിക്കുകയാണ്. ആർ ശ്രീലേഖ വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ BJPക്ക് വളരെ ആശ്വാസം കിട്ടുന്ന ഒന്നാണ്. കാരണം ഇത്രയും നേരം പിന്നിൽ നിന്നെങ്കിലും അവസാന റൗണ്ടിൽ IPSകാരി മുന്നിലെത്തിയിരിക്കുന്നു. BJP തൊപ്പി അണിഞ്ഞിരിക്കുന്നു. വിജയത്തൊപ്പി അണിഞ്ഞു. ശബരിനാഥ് വിജയിച്ചു. അപ്പോൾ രണ്ട് കൂട്ടർക്കും നാണക്കേടില്ലാത്ത വിധത്തിൽ 2 മേയർ സ്ഥാനാർത്ഥികളും രക്ഷപ്പെട്ടു. 3 മേയർ സ്ഥാനാർത്ഥികൾ, ഏതാണ്ട് 3 മേയർ സ്ഥാനാർത്ഥികളും രക്ഷപ്പെട്ടു എന്ന് പറയാം. പേട്ടയിൽ ദീപക്കും വിജയിച്ചു. അതുപോലെ തന്നെ ദീപകിൻ്റേത് വളരെ വാശിയേറിയ മത്സരമായിരുന്നു. അവിടെ ത്രികോണം എന്ന് പറഞ്ഞാൽ കട്ട ത്രികോണം നടന്ന പേട്ടയിൽ ദീപക് വിജയിച്ചത് 300-ൽ പരം വോട്ടിനാണെങ്കിൽ പോലും അതൊരു വലിയ വിജയം തന്നെയാണ്. അതുപോലെ തന്നെ ഇവരുടെയൊക്കെ കാര്യം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കൊരു ക്രെഡിബിലിറ്റി നമുക്ക് നൽകാൻ സാധിക്കുന്ന സ്ഥാനാർത്ഥികൾ തന്നെയായിരുന്നു. അത് തിരുവനന്തപുരം വളരെ ബുദ്ധിപൂർവ്വം വളരെ വിവേചനപൂർവ്വം വോട്ട് ചെയ്തു എന്നുള്ളതാണ് ശബരിനാഥിന്റെ വിജയവും ദീപകിന്റെ വിജയവും ശ്രീലേഖയുടെ വിജയവും സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് മറ്റ് ഇടങ്ങളിലേക്ക് പോകുമ്പോൾ ഏത് വാർത്തയാണ് കുഞ്ചു നമുക്കിപ്പോൾ നൽകാൻ സാധിക്കുക? അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ എറണാകുളത്തെ കുറിച്ച് പറയുമ്പോൾ എറണാകുളം മുനിസിപ്പാലിറ്റി കഴിഞ്ഞ തവണ 13 മുനിസിപ്പാലിറ്റികളിൽ 10 UDFും 3 LDFും ആയിരുന്നു. പക്ഷേ ഇത്തവണ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സർവാധിപത്യം എന്നൊക്കെ പറയുന്ന പോലെ UDFിന്റെ ഒരു സർവാധിപത്യമാണ്. പക്ഷേ തൃപ്പൂണിത്തുറയിൽ മാത്രം NDA വിജയിച്ചിരിക്കുന്നു. മുന്നിട്ട് നിൽക്കുന്നു. അവർക്ക് പ്രതീക്ഷ വെച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ 15 സീറ്റുകളായിരുന്നു NDAക്ക് ഉണ്ടായിരുന്നത്. അവിടെ 21 സീറ്റുകളുമായി കഴിഞ്ഞ LDF മുന്നിട്ട് നിന്നിരുന്നുവെങ്കിലും ഇപ്പോൾ അവിടെ NDA മുന്നിട്ട് നിൽക്കുകയാണ് എന്നുള്ളത്. NDA വിജയിക്കും, തൃപ്പൂണിത്തുറ വിജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. അത് അവർ വളരെ മുൻകൂട്ടി പറഞ്ഞിരുന്നതാണ്. ഈ നമ്മുടെ തിലകന്റെ മകനും പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും വരെ NDA സ്ഥാനാർത്ഥിയായിട്ട് തൃപ്പൂണിത്തുറ മത്സരിച്ചു. തീർച്ചയായിട്ടും നമുക്ക് എറണാകുളത്തു നിന്നുള്ള സമഗ്ര വിവരങ്ങളുമായി സ്പെഷ്യൽ കറസ്പോണ്ടന്റ്, നമ്മുടെ കേരളത്തിന്റെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ശ്രീ MS സജീവൻ ചേരുകയാണ്. എന്തൊക്കെയുണ്ട് നമുക്ക് നേരത്തെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ UDF LDF ബലാബല പോരാട്ടമാണ് നടന്നിരുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിരുന്നത്. കോർപ്പറേഷനിൽ എന്താണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്? കോർപ്പറേഷനിൽ UDF പറയ്ക്കും എന്ന് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. UDF ഇതുവരെ 44 സീറ്റ് നേടിയിട്ടുണ്ട്. നിലവിൽ ഭരിച്ചുകൊണ്ടിരുന്ന LDFന് 20 സീറ്റ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. NDA 5 സീറ്റിൽ വിജയിച്ചിട്ടുണ്ട്. 3 സീറ്റിൽ അവർ ലീഡ് ചെയ്യാണ്. കഴിഞ്ഞ 5 വർഷമായി ഭരിക്കുന്ന LDFിന്റെ ഭരണം നഷ്ടപ്പെടുമെന്ന സൂചനയാണ്. അപ്പോ അതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഏറ്റവും ആഹ്ലാദകരമായ, അല്ലെങ്കിൽ UDFിനെ സംബന്ധിച്ചുള്ള ആഹ്ലാദകരമായ കാര്യം. അവിടെ ദീപ്തി മേരി വർഗീസ് ജയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരുടെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന KPCCയുടെ ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസും മഹിളാ കോൺഗ്രസിന്റെ നേതാവ് VK മിനിമോൾ രണ്ടുപേരും വിജയിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരാണ് പരിഗണിക്കുന്നത്. അതിൽ ദീപ്തിക്കായിരിക്കും മുൻഗണന ലഭിക്കുക. അവിടെ തൃപ്പൂണിത്തുറയിൽ നിന്നും നമുക്ക് NDAയുടെ മുന്നേറ്റത്തിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ വരുന്നെന്ന് തോന്നുന്നു അല്ലേ? തൃപ്പൂണിത്തുറയില് BJP ആണ് ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയിരിക്കുന്നത്. അപ്പൊ 19 സീറ്റുകളിൽ അവർ വിജയിച്ചിട്ടുണ്ട്. 3 സ്ഥലത്ത് അവർ ലീഡ് ചെയ്യുന്നുണ്ട്. അത് ഉണ്ട്. പക്ഷെ അവിടെ 53 സീറ്റുകളാണ് ആകെയുള്ളത്. UDF 8ഉം LDF 14 നേടിയിട്ടുണ്ട്. സ്വതന്ത്രരാരും ഇതുവരെ ജയിച്ചിട്ടില്ല. അപ്പോൾ തനിച്ച് ഭരിക്കാൻ NDAക്ക് സാധിക്കുമോ എന്നുള്ളത് ഒരു ആശങ്കയാണ്. ഉള്ളൊരു മെജോറിറ്റി കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. 21 ഏകദേശം ഇനി ഒരു 3-4 സീറ്റ് കൂടി അവർക്ക് വേണ്ടി വരുന്നുണ്ട് അല്ലേ? വേണം. ഇപ്പൊ 19 ഉള്ളൂ. 53 ആകെ സീറ്റുള്ളത്. അപ്പോൾ 26 പേരെങ്കിലും ജയിക്കും, 27 പേരെങ്കിലും ഉണ്ടെങ്കിൽ കേവല ഭൂരിപക്ഷമാവുമല്ലോ.
അപ്പൊ അതിലേക്ക് എത്താനുള്ള സാധ്യതയില്ല. അവർ 3 സ്ഥലങ്ങളിൽ മാത്രമേ ഇപ്പോൾ ലീഡ് ചെയ്യുന്നുള്ളൂ. ഈ കോർപ്പറേഷൻ ആരും ജയിച്ചിട്ടുമില്ല. കോർപ്പറേഷൻ പരിധി വിട്ടുകഴിഞ്ഞാൽ UDF-ന് അത്രയേറെ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് ചുരുക്കം അല്ലെ? LDF ആണ് മറ്റിടങ്ങളിലൊക്കെ തന്നെ മുന്നേറ്റം ഉണ്ടാക്കുന്നത്. അല്ല, ഇപ്പോ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ UDF തന്നെയാണ് മുമ്പിലിരിക്കുന്നത്. ഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തിലും UDF തന്നെയാണ്. പിന്നെ ഏറ്റവും ഉണ്ടായിട്ടുള്ള ഒരു തിരിച്ചടി 2020-ക്കാണ്. അവരെ ഭരിച്ചുകൊണ്ടിരുന്ന കുന്നത്താട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം UDF പിടിച്ചെടുത്തിട്ടുണ്ട്. കിഴക്കമ്പലത്ത് അവര് 2020 മാത്രമായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. ഇത്തവണ 2 UDF സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നുമുണ്ട്. ഓക്കെ കിഴക്കമ്പലം അപ്പോ 2020-ക്ക് തന്നെ നിലനിർത്താൻ സാധിക്കുമെന്നാണോ ഇപ്പൊ? കിഴക്കമ്പലം 2020-ക്ക് നിലനിർത്താൻ കഴിയും. 2 സീറ്റുകളിൽ മാത്രമേ UDF ലീഡ് ചെയ്യുന്നുള്ളൂ. ബാക്കി മുഴുവൻ സീറ്റുകളിൽ അവർ തന്നെയാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് ഭരിക്കാൻ കഴിയും. പക്ഷെ അതിന് തൊട്ട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്താണ് കുന്നത്താട്. അത് നഷ്ടമായത് അവരെ സംബന്ധിച്ചുള്ള വലിയ തിരിച്ചടി തന്നെയാണ് തീർച്ചയായിട്ടും. 3 ജില്ലാ പഞ്ചായത്തുകളിലേക്കാണ് അവർ മത്സരിക്കുന്നത്. അതിൽ 2 അവരിപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ തവണയും 2 പേരുണ്ടായിരുന്നു. ഓക്കെ വളരെയധികം നന്ദി. എന്തായാലും നമുക്ക് കൂടുതൽ വിവരങ്ങൾക്കായി വീണ്ടും ബന്ധപ്പെടാം. എറണാകുളത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് UDF-ന്റെ ശക്തമായ ഒരു തിരിച്ചുവരവ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു മാത്രമല്ല കേരളം ഒട്ടാകെ ഒരു UDF തരംഗത്തിലേക്ക് പോകുന്നു എന്നാണ് നമ്മളിപ്പോൾ കാണേണ്ടത്. ഒരു ഭരണവിരുദ്ധ വികാരം തീർച്ചയായിട്ടും ജനങ്ങളിൽ ഉണ്ട് എന്നുള്ളതും ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള പ്രശ്നങ്ങൾ ജനങ്ങൾ അമർഷം കൊണ്ടിരുന്നത് വോട്ടാക്കി മാറ്റി UDF-നെ മുന്നോട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അതെ, നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 95 മുതൽ ഇങ്ങോട്ടുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന് അനുഗുണമായി അതിനെ പിന്താങ്ങുന്ന തരത്തിലുള്ള റിസൾട്ടാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പും അങ്ങനെ തന്നെയായിരുന്നു. അതിന് മുന്നേ എല്ലാ തെരഞ്ഞെടുപ്പുകളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഈ പല വിലയിരുത്തലുകൾ വന്നിരുന്നത് 2020-ലെ തിരഞ്ഞെടുപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നിയമസഭാ മണ്ഡലങ്ങളുടെ ക്രമത്തിൽ പരിഗണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ലഭിച്ച വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 99 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 99 LDF-നായിരുന്നു മുന്നേറ്റം. റിസൾട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് തന്നെയാണല്ലോ വന്നത്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു വിലയിരുത്തൽ ഉള്ളത് കൊണ്ട് തന്നെ, ആ ഒരു ട്രെൻഡ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പും വളരെ പ്രധാനപ്പെട്ടതാണ് 3 മുന്നണികൾക്കും എന്നുള്ളത് നേരത്തെ തന്നെ നമുക്കറിയാമായിരുന്നു. ഇപ്പോൾ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, വയനാട്, മലപ്പുറം ജില്ലകളിലെ UDF-ന്റെ പ്രകടനം നിർണായകമായിരിക്കും അവർക്ക് എന്നുള്ളതും ഉണ്ടായിരുന്നു. ഈ കൃത്യമായിട്ടുള്ള അജണ്ട വെച്ച് മുന്നേറാൻ അവർക്ക് തുടക്കത്തിൽ സാധിച്ചില്ല എങ്കിലും കുറേയേറെ വിഷയങ്ങൾ അവർക്ക് അനുകൂലമായി വന്നു എന്നാണോ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എനിക്ക് തോന്നുന്നത് ഇത് ജനങ്ങളുടെ ഒരു മുന്നേറ്റമായിട്ടാണ് കാണേണ്ടത്. UDF തയ്യാറെടുത്തതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ തയ്യാറെടുത്തിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം LDF വളരെ ചിട്ടയോടുകൂടി പ്രവർത്തിച്ചു. NDA അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും കടന്നു കയറാൻ ശ്രമിച്ചു. ഇതിനിടയിലും പലയിടത്തും വിമതന്മാരുടെ ശല്യം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടിയിരുന്ന UDF-ന് ഇത്രയും വലിയ വിജയം നേടാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഇത് ജനങ്ങൾ ഒരു വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നു. പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്തത് മുഴുവൻ UDF-ന് വേണ്ടിയാണോ എന്ന് ചോദിക്കേണ്ട വിധത്തിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുന്നു. അല്ല, അതുമാത്രമല്ല, ഈ ആരോപണങ്ങൾ നേരിട്ട് എല്ലാവരും പരാജയപ്പെട്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഫെനി നയനാൻ അടൂർ വാർഡിൽ നിന്ന് മത്സരിച്ച, അടൂരിലെ വാർഡിൽ നിന്ന് മത്സരിച്ച, 1ാം വാർഡിൽ നിന്ന് മത്സരിച്ച ഫെനി നയനാൻ പരാജയപ്പെട്ടിരിക്കുകയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉയരുന്നു. അദ്ദേഹം സുഹൃത്ത് എന്നുള്ള നിലയിൽ വലിയൊരു ആരോപണം ഉണ്ടായിരുന്നു. അതിനെ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും ഫെനി നയനാൻ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു. ലതിക സുഭാഷ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പേര് കേട്ട, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചീത്തപ്പേര് കേട്ട, UDF-ന് ചീത്തപ്പേരുണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാൻ തരത്തിലുള്ള മുടി മുറിച്ച് വരെ പ്രതിഷേധിച്ച്, തലമുണ്ടനം ചെയ്ത് പ്രതിഷേധിച്ച ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ആ ലതിക സുഭാഷ് മത്സരത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അതുപോലെ എറണാകുളം കോർപ്പറേഷനിൽ മത്സരിച്ച പല LDF സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടു എന്നുള്ളത്, അങ്ങനെയൊക്കെ ഉള്ള പാലക്കാട്, അത് മാത്രമല്ല അതിനേക്കാൾ ഉപരിയായി ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ മുട്ടട വാർഡിൽ വൈഷ്ണവ് വിജയിച്ചത്, അവിടുത്തെ LDF സ്ഥാനാർത്ഥി തോക്കുന്ന സാഹചര്യം, കണ്ണമ്മൂലയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആദർശൻ വിജയിക്കുന്നത്, ഇതെല്ലാം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ആരോപണങ്ങൾ നേരിട്ടവരെല്ലാം പരാജയ ഭീതി. ജനങ്ങൾ ഇലക്ഷനിൽ കുബുദ്ധി കാണിക്കുന്നവരെയും നെഗറ്റീവായി പ്രവർത്തിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നില്ല എന്നുകൂടെ സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു ട്രെൻഡ്. അതെ, തീർച്ചയായിട്ടും. എന്തായാലും നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള സൂചനകൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മണ്ഡലങ്ങളിൽ നിന്നും. മധ്യകേരളത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ പ്രധാനമായും പല കാര്യങ്ങളും, പല ട്രെൻഡുകളും പരീക്ഷിക്കപ്പെടുന്ന ഒരു മേഖലയായിരിക്കും. മധ്യകേരളത്തിൽ UDF-ന് മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചാൽ അവർക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു ആധിപത്യത്തിൽ പോകാൻ സാധിക്കും. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലനിർത്താൻ സാധിക്കുമെന്നുള്ള വിലയിരുത്തലുണ്ടായിരുന്നു. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് തോന്നുന്നു. മധ്യകേരളത്തിൽ അവർക്ക് തിരിച്ചു വരാൻ സാധിച്ചിരിക്കുന്നു. ഇവിടെ ഞാൻ എത്തി നിൽക്കുന്നത് ചില ചെറിയ പാർട്ടികളുടെ പ്രകടനം എന്താകും എന്നുള്ളത് സംബന്ധിച്ചാണ്. ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം,
അവരുടെ ഒരു 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 മനോഭാവം എന്തായിരിക്കും ഈ തിരഞ്ഞെടുപ്പ്, തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം എന്നുള്ളതാണ് പലരും ഉന്നയിക്കുന്ന ചോദ്യം. അവർക്ക് വലിയ മോശമില്ലാത്ത പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പാലായിലെയും തൊടുപുഴയിലെയും ഒക്കെ റിസൾട്ടുകൾ നമ്മളെ കാണിക്കുന്നത്. പല സ്ഥലങ്ങളിലും അവർക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. കോട്ടയത്തും അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ പോലും പല സ്ഥലങ്ങളിലും LDF വിജയമുണ്ടാക്കുന്ന വിധത്തിൽ പോയത് ചില പോക്കറ്റുകളിലുണ്ടായ ഈ കേരള കോൺഗ്രസിന്റെ ഒരു സപ്പോർട്ടാണ്. പക്ഷേ മുനിസിപ്പാലിറ്റി നോക്കുമ്പോൾ കോട്ടയത്തെ മുനിസിപ്പാലിറ്റി നോക്കുമ്പോഴത്തേക്ക് മൊത്തത്തിൽ ട്രെൻഡ് വ്യത്യാസമാണല്ലോ. കാരണം ഇപ്പോൾ പിന്നെ ജില്ലാ പഞ്ചായത്ത് നോക്കിയാലും ബ്ലോക്ക് നോക്കിയാലും ഡിവിഷൻ നോക്കിയാലും ഗ്രാമപഞ്ചായത്ത് നോക്കിയാലും LDF മോശമാണ്. പക്ഷേ ആ മോശത്തിനിടയിലും കേരള കോൺഗ്രസ് മാണി ചെറിയ സഹായം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. പക്ഷേ എൻ്റെ വിഷയം അതല്ല. എൻ്റെ വിഷയം വരുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് അല്ലെങ്കിൽ അവരുടെ അടിത്തട്ടിലെ പ്രവർത്തകർക്കാകെ ഒരു അസ്തിത്വ പ്രശ്നം ഉദിച്ചു വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അവരെപ്പോഴും UDF-നൊപ്പം നിൽക്കുന്ന ഒരു കാര്യമാണ്. ഒരു UDF ഘടകകക്ഷിയാണ്. അവരൊരു ബേസിക്കലി ഒരു UDF പാർട്ടിയാണ് കേരള കോൺഗ്രസ് മാണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ഒട്ടാകെ എന്ന് പറയുന്നത്. അവർക്ക് പലപ്പോഴും പല പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് അവർ ഗത്യന്തരമില്ലാതെ വോട്ട് ചെയ്യുന്നു, മറ്റു മാർഗമില്ലാതെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കിപ്പോഴും ഒരു UDF മോഹം നിൽക്കുന്നു. ആ ഒരു മോഹം പൂവണിയുന്ന തരത്തിലേക്ക് UDF-ന് ഒരു പ്രതീക്ഷ നൽകുന്ന ഓഫർ നൽകാൻ സാധിക്കണം. അവർ ഭരണത്തിലേക്ക് വരികയും UDF മാണി കോൺഗ്രസിനെ ക്ഷണിക്കുകയും ചെയ്താൽ അവർ അങ്ങോട്ട് പോകണം എന്നുള്ളൊരു അഭിപ്രായം പ്രാദേശിക നേതാക്കൾ പലരും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇത് ഓഫ് ദ റെക്കോർഡായി പറഞ്ഞതാണ് അവർ. അത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ മാണി ഗ്രൂപ്പിനെ അത്തരത്തിൽ ചിന്തിച്ചുകൂടായിക ഇല്ല എന്നുള്ളതാണ് ഒരു ട്രെൻഡ് മനസ്സിലാക്കുന്നത്. അത് അല്ലെങ്കിൽ തന്നെ ചില വിഭാഗങ്ങൾ താഴെത്തട്ടിലുള്ള പല പ്രവർത്തകരും തിരിച്ച് കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പിലേക്കോ പോലും മാറാനുള്ള സാധ്യതകൾ ഈ ഇലക്ഷനിൽ കാണാൻ കഴിയും എന്നുള്ളതും ഒരു സത്യമാണ്. തീർച്ചയായിട്ടും. എന്തായാലും ചെറിയ പാർട്ടികൾ ഈ തിരഞ്ഞെടുപ്പിന് ശേഷം ഏത് തരത്തിലായിരിക്കും ചിന്തിക്കുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന കൊല്ലം ജില്ലയിലെ വിശേഷങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കൊല്ലം കോർപ്പറേഷൻ ഏറെ നാളായി LDF-ന്റെ കൈവശം ഇരിക്കുന്നതാണ്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന് പറയുന്നത് പോലെ തന്നെ കൊല്ലം കോർപ്പറേഷനിലെ റിസൾട്ട് ആർക്ക് അനുകൂലമാകും, ആരുടെ ഇല്ലമാകും കൊല്ലം? അല്ല, നിലവിൽ എനിക്ക് തോന്നുന്നു കൊല്ലം UDF-ന്റെ ഇല്ലമാകാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വരികയാണ്. കാരണം 13 സീറ്റിൽ UDF മുന്നിട്ടിരിക്കുകയാണ്. അവിടെ 9 സീറ്റുകളിലേക്ക് LDF ചുരുങ്ങിയാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചപോലെ കാലാകാലങ്ങളായി കൈവശം വെച്ചിരിക്കുന്ന ഒരു കോർപ്പറേഷൻ കൂടിയാണ് കൊല്ലം എന്ന് പറയുന്നത്. ആ കൊല്ലത്തെ കൈവിട്ട് കളയാൻ LDF-ന് എങ്ങനെ സാധിച്ചു എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ വരുന്നത്. അവിടെയും 7 സീറ്റുകളിൽ BJP മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ 7 സീറ്റുകൾ LDF-ൽ നിന്ന് പോയിരിക്കുകയാണ് എന്നുള്ള ഒരു സംശയം കൂടി ഉണ്ട്. ഇതിലിപ്പോൾ വലിയൊരു ഘടകം കേരളത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, തെക്കൻ കേരളത്തിൽ NDA കൂടുതൽ വോട്ടുകൾ LDF-ൽ നിന്ന് പിടിച്ചിരിക്കുന്നു. അതോടൊപ്പം LDF-ന് പിന്താങ്ങിയിരുന്ന മുസ്ലിം വോട്ടുകൾ UDF-ലേക്ക് പോവുകയും ചെയ്യുന്നു. അതാണ് ഇപ്പം നമുക്ക് കേരളം മൊത്തം നോക്കിയാൽ കാണുന്നത്. ഈ ഒരു വലിയ ഗതികേടിൽ LDF എന്നെത്തിയിട്ടുണ്ട്. അതായത് മുസ്ലിം ജനതയുടെ ഒരു മനസാക്ഷി തങ്ങൾക്കൊപ്പം കിട്ടിയുമില്ല, കൂടെ ഇരുന്ന ഹിന്ദുക്കളുടെ പിന്തുണ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ തൂത്തുപെറുക്കിയുള്ള ഒരു ഗ്രാമപഞ്ചായത്തിൽ, മറ്റ് പലയിടത്തൊക്കെ വിജയിച്ചാലും ഗ്രാമപഞ്ചായത്തുകൾ സാധാരണ LDF-നോടൊപ്പം നിൽക്കാറുള്ളതാണ്. പക്ഷേ ആ ഗ്രാമപഞ്ചായത്തുകൾ പോലും ഭൂരിപക്ഷവും ഇപ്പോൾ UDF പിടിച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ ബേസ് വോട്ടിലെ ഹിന്ദു മുസ്ലിം വോട്ടുകൾ 2 വിഭാഗത്തിലേക്കായിട്ട് തിരിഞ്ഞു പോയിരിക്കുന്നു. ഒന്ന് NDA-ലേക്ക് പോയിരിക്കുന്നു, ഒന്ന് UDF-ലേക്ക് പോയിരിക്കുന്നു. അല്ല, അതിലൊരു കാര്യം കൂടെ, ഈ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്ന അവസ്ഥയിലാണ് ഈ ആഗോള അയ്യപ്പ സംഗമം പോലുള്ള പരിപാടികളും അതിനുശേഷമുള്ള തുടർ പരിപാടികളൊക്കെ നടത്തുന്നത്. അപ്പോൾ ഈ ന്യൂനപക്ഷം കൊണ്ട് കാര്യമില്ല, അല്ലെങ്കിൽ ന്യൂനപക്ഷ പ്രീണനം കൊണ്ട് കാര്യമില്ല എന്നുള്ളൊരു ബോധം അവരുടെ ഉള്ളിലേക്ക് എത്തി എന്നുള്ളത്. കാരണം ഒരുപാട് വിമർശനങ്ങൾ നേടേണ്ടി വന്നു. ഈ ഫലസ്തീൻ ഐക്യദാർഢ്യമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഈ അത്തരത്തിലുള്ള സമ്മേളനങ്ങളും കാര്യങ്ങളൊക്കെ LDF-ന് ഒരു പരിധിവരെ വിമർശനങ്ങൾ നേടിക്കൊടുക്കുന്ന ഒരവസ്ഥ. കാരണം ഇതൊരു പ്രൊപ്പഗൻഡയാണ്, ഇത് ചില സാഹചര്യങ്ങളിലേക്ക് മാത്രം നീങ്ങിപ്പോകുന്നതാണ്, ചിലരെ മാത്രം സ്വാധീനിക്കാനും പ്രീണപ്പെടുത്താനും വേണ്ടി മാത്രമുള്ളതാണെന്നുള്ളൊരു ഒരു കാര്യം വന്നു, അല്ലെങ്കിൽ അത്തരം വന്നു. വളരെ വ്യക്തമാണ്. ഗിമ്മിക്കുകൾ കൊണ്ട് കേരളത്തിലെ പ്രബുദ്ധ വോട്ടർമാരെ കയ്യിലെടുക്കാൻ പറ്റില്ല. അല്ല, ഇതിൽ നിങ്ങൾ ഒന്നുകിൽ ഹിന്ദുവിൻ്റെ കൂടെ നിൽക്കുന്നെങ്കിൽ ഹിന്ദുവിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞ് നിൽക്കണം, മുസ്ലിമിൻ്റെ കൂടെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മുസ്ലിമിൻ്റെ കൂടെയാണ്, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ ഒപ്പമാണെന്ന് പറഞ്ഞ് നിൽക്കണം. ഇനി ഇതൊന്നുമല്ല, ഞങ്ങൾ പൂർണ്ണമായും സെക്കുലറാണ് എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ പൂർണ്ണമായും സെക്കുലർ ആയിരിക്കും. അതാണ് EMS പണ്ട് പറഞ്ഞത്. ഈ 87-ൽ അദ്ദേഹം പറഞ്ഞതാണ്,
ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നതും അനാവശ്യമായിട്ട് പിന്നെ ഹിന്ദുവിനെ പ്രീണിപ്പിക്കാനും മുസ്ലിമിനെ പ്രീണിപ്പിക്കാനും പോണത് LDFന് ദോഷം വരുത്തും, CPMന് ദോഷം വരുത്തുമെന്ന് 87-ൽ അദ്ദേഹം പറഞ്ഞതാണ്. അതുകൊണ്ടാണ് അന്ന് അവിടുന്ന് ഉണ്ടായിരുന്ന അഖിലേന്ത്യാ മുസ്ലിം ലീഗിനെയും കേരള കോൺഗ്രസിനെയും ഓടിച്ചിട്ട് യഥാർത്ഥ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിട്ട് 87-ൽ മത്സരിക്കുകയും നായനാരുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 78 സീറ്റോളം നേടി കേരളത്തിൽ വിജയിക്കുകയും ചെയ്തത്. പക്ഷേ ആ ട്രെൻഡ് പിന്നീട് പലരും വന്ന് മാറ്റി ഇപ്പോൾ യഥാർത്ഥ ഒരു കോൺഗ്രസ് പ്രീണന നയം LDF എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗതികെട്ട ഒരവസ്ഥ. അത് മാത്രമല്ല, ഈ ഇതിൽ ഏറ്റവും സൂചിപ്പിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സാമുദായിക സംഘടനാ നേതാക്കൾ പറയുന്നത് പോലെ സാമുദായികത്തിലുള്ള ആൾക്കാർ കേൾക്കണമെന്നില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ സംഘടനാ നേതാക്കളെല്ലാം LDFന്റെ സമദൂര സിദ്ധാന്തം പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ UDFനോടൊപ്പം ഉള്ള ഒരു സമദൂര സിദ്ധാന്തം പറഞ്ഞപ്പോൾ അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ആർക്കൊപ്പം നിൽക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നേതാക്കന്മാരുടെ വാക്കിന് അവർ മാത്രം കൽപ്പിക്കുന്നതല്ല കാര്യങ്ങൾ. തങ്ങൾക്കും അഭിപ്രായമുണ്ട്, ജനാധിപത്യ വ്യവസ്ഥയിൽ തങ്ങൾക്കും അവകാശങ്ങളുണ്ട്, വോട്ടെന്ന് പറയുന്ന അവകാശം ഞങ്ങൾ കൃത്യമായി വിനിയോഗിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ഈ കാര്യം. അതിനകത്ത് വേറെ കാര്യമുണ്ട്, NSSന്റെയും SNDPയുടെയും പിന്തുണ നേടിയിട്ട് പോലും LDFന് ഇത്തവണ പിടിച്ചിരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം കണ്ടതാണ്. അപ്പോൾ സുകുമാരൻ നായരുടെയും വെള്ളാപ്പള്ളിയുടെയും നിയന്ത്രണം എത്രത്തോളം ആ വിഭാഗങ്ങളിൽ ഏശി എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇതൊന്നും കിട്ടാതിരുന്നിട്ടും പലപ്പോഴും ഇതിനെയൊക്കെ തള്ളിപ്പറഞ്ഞിട്ടും VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDFന് കോൺഗ്രസിന് അത് പിടിച്ചടക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രത്യേകം നമ്മൾ ആലോചിക്കേണ്ടത്. ഇതിപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ AKG സെന്റർ നിൽക്കുന്ന പഠന ഗവേഷണ കേന്ദ്രം കുന്നുകുഴി വാർഡിൽ IP ബിനുവിന്റെ തോൽവിയാണ്. IP ബിനു എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തിന്റെ ഒരു ജനകീയ മുഖമായി ആണ്, അങ്ങനെ തന്നെ പറയാം. പക്ഷേ അവിടെ 657 വോട്ടിനാണ് കോൺഗ്രസിന്റെ സിറ്റിംഗ് കൗൺസിലറായ മേരി പുഷ്പത്തോട് ബിനു തോറ്റത്. അത് ഇടതുപക്ഷത്തിന്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ കൂടിയായിരുന്നു ഈ തിരഞ്ഞെടുപ്പിൽ. അതുപോലെ തന്നെ അവരുടെ പ്രസ്റ്റീജ് ഒരു വാർഡായി കണ്ട് മത്സരിച്ചതാണ് തിരുവനന്തപുരത്ത് കുഞ്ചു നമ്മുടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നൽകാതിരുന്നു, പിന്നീട് അവസരം കോടതിയുടെ ആനുകൂല്യത്തോടുകൂടി നേടിയെടുത്ത മുട്ടട വാർഡിലെ വൈഷ്ണയുടെ പോരാട്ടവും. അവിടെ പ്രശാന്ത് MLA ഇറക്കിയാണ് പ്രചാരണത്തിന് അവർ നേതൃത്വം നൽകിയത്. അപ്പോൾ അത്രയേറെ കോൺസെൻട്രേറ്റ് ചെയ്ത് അത്രയേറെ ആഴത്തിൽ ചിട്ടയോടുകൂടി പ്രചരണം നടത്തിയിട്ട് പോലും ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് അത് ഈ പ്രചാരണത്തിലല്ല കാര്യം, പ്രവർത്തനത്തിലാണ് എന്നുകൂടിയല്ലേ ജനങ്ങൾ പറയുന്നത്. തീർച്ചയായും. കാരണം ഈ തിരഞ്ഞെടുപ്പിന്റെ അന്നത്തെ ദിവസം ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരത്തെ തിരഞ്ഞെടുപ്പിന്റെ അത് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീലേഖ IPS പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. ആര്യ രാജേന്ദ്രൻ എവിടെ? ആര്യ രാജേന്ദ്രനെ തല കണ്ടു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ പോലും വോട്ട് കൊടുക്കാത്തൊരു സാഹചര്യം ഉണ്ടാകും, അതുകൊണ്ടാണ് അവരെ പുറത്തിറക്കാത്തത് എന്നുള്ള ഒരു തരത്തിലുള്ളൊരു വാചകം പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണത്തെ മേയർ എന്നുള്ള ഒരു നിലയിൽ കോർപ്പറേഷൻ്റെ കാര്യങ്ങളെല്ലാം വിലയിരുത്തുന്നതിന് വേണ്ടി, കോർപ്പറേഷനിൽ വോട്ട് ചോദിക്കുന്നതിന് വേണ്ടി ആര്യ രാജേന്ദ്രൻ ഇറങ്ങേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യം പ്രസക്തമായി തന്നെ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ആര്യയെ ഒഴിവാക്കിയത് എന്നുള്ള ചോദ്യം UDFും BJPയും ആവർത്തിച്ച് ചോദിച്ചു. ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവിടുത്തെ LDFന്റെ വലിയൊരു പരാജയത്തിൻ്റെ അല്ലെങ്കിൽ LDFന്റെ ഒരു വീഴ്ചയ്ക്ക് കാരണമെന്ന് പറയാം, കോർപ്പറേഷൻ മുഴുവൻ ആയിട്ടുള്ളത്. ആര്യ രാജേന്ദ്രൻ്റെ വാർഡിനെ കുറിച്ചല്ല പറയുന്നത്, കോർപ്പറേഷൻ്റെ മുഴുവൻ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ സാഹചര്യങ്ങളിലെല്ലാം ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ നേമത്തായാലും മറ്റിടങ്ങളിലായാലും കയറി വരാനായിട്ട് BJPക്ക് സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. പിന്നെ BJPയുടെ VV രാജേഷും അതെ, അത് ഒരു VV രാജേഷിന്റെ കാര്യം പറഞ്ഞ നേരത്തെ പലപ്പോഴായി സൂചിപ്പിച്ചാണ്. ഈ VV രാജേഷ്, അതുപോലെ ശ്രീലേഖ IPS, അല്ലെങ്കിൽ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ മുട്ടട വാർഡിലെ വൈഷ്ണ സുരേഷ്, KS ശബരിനാഥൻ, ഇവരുടെ എല്ലാം വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നാന്ദി കുറിച്ചത് ഒരു പക്ഷേ LDFന്റെ പ്രചരണമായിരുന്നു. രാധാകൃഷ്ണന്റെ വിജയം പോലും അങ്ങനെയുള്ള സാഹചര്യമാണ്. രാധാകൃഷ്ണന്റെ വിജയത്തിലേക്ക് അദ്ദേഹത്തിനെ കൂടുതൽ അടുപ്പിച്ചത് LDFന്റെ ആ മർദ്ദനമാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ വക കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ എതിർപ്പുകളൊന്നും വില പോകില്ല എന്നുള്ളത്. വൈഷ്ണവ് അവിടെ മത്സരിക്കുന്ന കാര്യം എനിക്ക് തോന്നുന്നു എല്ലാവരെയും അറിയിച്ചത് ഒരു തരത്തിലല്ലേ മറ്റു തരത്തിൽ LDF ആണ്. അല്ലെങ്കിൽ അവിടെ ജയിക്കില്ല. കാരണം ആദിശു വാമദേവൻ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു IP ബിനു തന്നെയാണ്. മുട്ടടയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന്റെ വാർഡ് കൂടിയാണ്. 40 വർഷം കയ്യിലിരിക്കുന്ന വാർഡാണ്. അവിടെ പലപ്പോഴും മേയറായ സ്ഥാനാർത്ഥികളൊക്കെയാണ് ജയിച്ചിട്ടുള്ളത്. ചന്ദ്രികയൊക്കെ ജയിച്ച സ്ഥലം വളരെ പ്രധാനപ്പെട്ട ഒരു വാർഡാണ്. അത് 4 പതിറ്റാണ്ടായി കയ്യിലിരിക്കുന്ന വാർഡ് കയ്യിലിരിപ്പുണ്ട് പോയി. അത് മുൻ മേയർ വരെ അവിടുന്ന് വന്നതാണ്. മുട്ടടയിൽ നിന്ന് ആര്യരാജന്റെ ഓഫീസിൽ നിന്ന് ഒരു കത്ത് പോകുന്നുവെന്നും അത് മേയറുടെ ഓഫീസിൽ നിന്ന് തന്നെ വന്നതെന്നും പിന്നീട് അവർക്ക് സമ്മതിക്കേണ്ടി വരികയാണ്. കാരണം ആ ഡീറ്റെയിൽസ് എല്ലാം പുറത്തുവന്ന സാഹചര്യം. അപ്പോൾ മുട്ടട എന്ന് പറയുന്ന ഒരു വാർഡിൽ വൈഷ്ണ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട് എന്ന് ഈ നാട് മുഴുവൻ വിളിച്ചു പറഞ്ഞത് LDF ആണ് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാധ്യമങ്ങളിലൂടെ ആ ചർച്ചയാവുകയും വൈഷ്ണയ്ക്ക് ഒരു പ്രചരണത്തിൽ വൈഷ്ണയ്ക്ക് ഒരു പക്ഷേ ഒരു 10 വീട് കയറുന്നതിനേക്കാളും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി അല്ലെങ്കിൽ കൂടുതൽ പ്രചരണ ബുദ്ധി അവർക്ക് കൊടുത്തു എന്നുള്ളതാണ് LDF കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ മുട്ടട LDFന്റെ ഒരു കോട്ടയാണ്.
അവിടെ മുട്ടടയിൽ LDF മുട്ടിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ പ്രവൃത്തി ദോഷം കൊണ്ട് മാത്രം വന്നതാണ്. അതിൽ ആര്യ രാജേന്ദ്രന് വലിയ പങ്കുണ്ട്. പൊതുവേ ആര്യ രാജേന്ദ്രനെ പറയുന്നത് ആര്യ വാ പൊളിച്ചാൽ 1000 വോട്ട് പോകുന്നതാണ്. അതുകൊണ്ടാണ് വാ വിളിക്കാൻ അനുവദിക്കാത്തതെന്നാണ് പറയുന്നത്. അല്ല, ഈ പുറകോട്ട് കൊണ്ടുപോയി നമ്മൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആമയിഴഞ്ചാൻ തോടിന്റെ കാര്യങ്ങൾ, അതായത് ഈ ജോയി എന്ന് പറയുന്ന ഒരു ആൾ അവിടെ ഈ വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു അപകടം സംഭവിക്കുകയും അദ്ദേഹത്തിന്റെ മൃതശരീരം കണ്ടെത്തുന്നത് വളരെ കിലോമീറ്ററുകൾക്ക് അപ്പുറം നിന്നുള്ളൊരു സാഹചര്യത്തിലാണെന്നുള്ള നമ്മൾ അറിഞ്ഞതാണ്. ഈ ആമയിഴഞ്ചാൻ തോടിന്റെ പുനരുദ്ധാരണത്തിനായി അല്ലെങ്കിൽ അവിടെ വൃത്തിയാക്കുന്നതിനായി പലതരത്തിലുള്ള പദ്ധതികളാണ് പറഞ്ഞിരിക്കുന്നത്. അന്നത്തെ ദിവസം പറഞ്ഞത് ഇനി അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. നമുക്ക് വാർത്തകൾ പരിശോധിക്കാൻ കാണാൻ കഴിയുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ്, അതായത് ഈ തിരഞ്ഞെടുപ്പിന്റെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അവിടെ ഒരു വയോധികൻ വീണിട്ടുണ്ടായിരുന്നു. ഫയർഫോഴ്സ് വളരെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹത്തെ പുറത്തെടുത്തത്. ഈ കാര്യങ്ങളെല്ലാം, ഈ വാഗ്ദാനങ്ങളെല്ലാം പാർവതി പുതനാർ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടെ വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കും. എത്ര കോടി രൂപയാണ് ചെലവഴിച്ചെന്നുള്ളതാണ്. അത് MLA ഫണ്ടിൽ നിന്നും ഈ കോർപ്പറേഷന്റെ ഫണ്ടിൽ നിന്നും ഒക്കെ വിനിയോഗിച്ചിട്ടുള്ളതാണ്. എന്ത് മാറ്റമാണ് അവിടെ ഉണ്ടായെന്നുള്ളതാണ്. നഗരത്തിന്റെ വെള്ളക്കെട്ട്, ആ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള പരിപാടികളും സ്വീകരിക്കുക. കഴിഞ്ഞാണ്. അതായത് ഈ പ്രളയം സംഭവിച്ചതിന് ശേഷമുള്ള ഒരു തവണത്തെ മഴ പെയ്തപ്പോൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞിരുന്നു, മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം വളരെ മുമ്പ് തന്നെ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഈ മഴ സീസൺ മാറിയതിന്റെ കാരണം ഇവർ അറിഞ്ഞിട്ടാണോ അതോ ഇനി അറിയാത്തതുപോലെ നടിക്കുകയാണെന്ന് അറിയില്ല. ആദ്യത്തെ മഴ പെയ്ത് പിറ്റേ ദിവസം മുതലാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. അപ്പോഴേക്കും തലസ്ഥാന നഗരം ഏകദേശം മുങ്ങിയ അവസ്ഥയിലാവും. ഈ കാര്യങ്ങളൊന്നും ചെയ്യാതെ, അതായത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഈ പ്രശ്നങ്ങൾ, വെള്ളക്കെട്ട്, ആമയിഴഞ്ചാൻ തോടിലെ പ്രശ്നങ്ങൾ ഒന്നും പരിഹരിക്കാതെ കോർപ്പറേഷനിൽ ഈ അതെ അതിനുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത്, അതെ റോഡ് മുഴുവൻ കുഴിച്ചിട്ടിരിക്കുകയാണ്, മുക്കിന് കുഴിച്ചിട്ടിരിക്കുകയാണ്. ഇതൊന്നും പരിഹരിക്കാതെ LDFന് എങ്ങനെ വിജയിക്കാനാകുമെന്നുള്ള ചോദ്യം BJP ഉന്നയിച്ചിരുന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് BJP ഇപ്പോൾ ലഭിച്ചത്. അതിന്റെ ഉത്തരം LDF പ്രതീക്ഷിച്ചിരുന്നത് അന്തി ചർച്ചയിലെ വികസന പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ പുകമറകൾ കൊണ്ട് വിജയിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് പറ്റില്ല. അന്തി ചർച്ചയിൽ ഇത് ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കും. അവർ കല്ലെടുത്തെറിയാത്തത് മുമ്പിലിരിക്കുന്ന TV എൻ്റേതായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ കല്ലേറ് കിട്ടിയേനെ. അതുകൊണ്ട് ജനം ഇതെല്ലാം സഹിച്ചിരിക്കുകയാണെന്ന് ഇവർ തെറ്റിദ്ധരിച്ചു. അതാണ് പറ്റിപ്പോയത്. അത് അതാണ് ഞാൻ പറഞ്ഞത്, ജനങ്ങളുടെ പൾസ് അറിയാനായിട്ട് ഇടതുമുന്നണിക്ക് പലപ്പോഴും കഴിഞ്ഞില്ല. ഇതിൽ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് KSEB. പലരും 1.5 ലക്ഷം 2 ലക്ഷം രൂപ മുടക്കി സോളാർ കൊണ്ടുവന്ന് പരപ്പുറത്ത് വെച്ചിട്ട് അതിനും പാര വയ്ക്കുകയാണ്. എന്നിട്ടും അതിനകത്ത് KSEB പൈസ പിടുങ്ങാനായിട്ട് നോക്കുക. എന്നിട്ട് അതിൻ്റെ റെഗുലേറ്റർ അതോറിറ്റിക്ക് മുമ്പിൽ ചെല്ലുമ്പോൾ അവിടെയും കൊഞ്ഞനം കുത്തുക. ഈ വിധത്തിലായി പോയത് വലിയൊരു തിരിച്ചടി. തീർച്ചയായിട്ടും അതൊരു പകൽക്കൊള്ള തന്നെയാണ്. KSEBയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പകൽക്കൊള്ളക്കേറ്റ തിരിച്ചടി. ഏതാനും സർക്കാർ KSEB ഉദ്യോഗസ്ഥർക്ക് വേണ്ടി അവർ എത്ര വോട്ടാണ് ഇപ്പോൾ കളയുന്നത്. ഒരു കാര്യം നമ്മൾ മറക്കരുത്, അവിടെ KSEB ലാഭത്തിലേക്ക് എത്തിക്കുന്നതിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോയ ഉദ്യോഗസ്ഥനാണ് ഡോക്ടർ ബി അശോക്. അദ്ദേഹത്തെ അവിടെ നിന്ന് പോച്ച് പുറത്ത് ചാടിച്ചു. കാരണം ഇവർക്ക് അവരുടെ തന്നിഷ്ടപ്രകാരമുള്ള കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല, അഴിമതി നടത്താൻ സാധിക്കുന്നില്ല, കൃത്യമായി കെടുകാര്യസ്ഥതയ്ക്ക് വഴിയൊരുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇടപെടൽ നടത്തി മികച്ച രീതിയിൽ മുന്നോട്ട് വന്ന് അതിനെ വിജയത്തിലേക്ക് എത്തിക്കും, ലാഭത്തിലേക്ക് എത്തിക്കുമെന്ന് തോന്നിച്ച ഡോക്ടർ ബി അശോകിനെ അവിടെ നിന്ന് പോയിച്ച് അടിച്ചു. ഡോക്ടർ ബി അശോകിനെ ഒരു സ്ഥലത്തും ഇരിക്കാൻ സാധിക്കുന്നില്ല. ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഏറ്റവും വില കുറഞ്ഞ വൈദ്യുതി വാങ്ങിക്കാനുള്ള കരാർ റദ്ദ് ചെയ്ത് വില കൂടിയ വൈദ്യുതി വാങ്ങിക്കാനുള്ള കരാർ ഉണ്ടാക്കുന്ന അവസ്ഥ. അതെ അതെ, തീർച്ചയായിട്ടും ജനങ്ങളുടെ മേൽ എന്ത് ഭാരമാണ് ചുമത്തുന്നത്. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇതൊക്കെ ജനങ്ങൾ എത്രത്തോളം വിലയിരുത്തുമെന്ന്. എന്തായാലും അതൊക്കെ തന്നെ ജനങ്ങൾ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഇരിക്കുന്നതുകൊണ്ട് കൂടി ഈ മറ്റേ മെയിൻ ചാനലിരുന്ന് നടത്തുന്ന കവറേജുകളിൽ ഇത് അതാ ഞാൻ പറഞ്ഞ അന്തിച്ചർച്ച അവിടെ നടക്കുള്ളൂ. അന്തിച്ചർച്ച സോഷ്യൽ മീഡിയയിൽ നടക്കില്ല. അവിടെ നടക്കുന്നത് റിയൽ ചർച്ചയാണ്. റിയൽ ചർച്ചയും നടക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. ആ സോഷ്യൽ മീഡിയയാണ് ഇന്ന് ആളുകൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആ സോഷ്യൽ മീഡിയയിലെ ലക്ഷക്കണക്കിനുള്ള പ്രേക്ഷകരാണ് ഇതെല്ലാം വിലയിരുത്തി വോട്ട് ചെയ്തിരിക്കുന്നത്. അന്തി ചർച്ച പലരും കാണാറില്ല. കണ്ടാൽ തന്നെ അതിങ്ങനെ ഒരു നിഴൽ പോലെ ഇങ്ങനെ കണ്ടുവിടുകയാണ് പലപ്പോഴും ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ആലപ്പുഴയിലേക്ക് പോകേണ്ടതുണ്ട്. ആലപ്പുഴ ഇടതിൻ്റെ ഒരു റെവല്യൂഷണറി ലാൻഡാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. കൃത്യമായി അവർക്ക് ആഴത്തിൽ വേരോട്ടമുള്ള സ്ഥലം. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അവിടെ നിന്നും കേൾക്കുന്നത് വിമതസ്വരങ്ങൾ ശക്തമാകുന്നു. അവിടെയും നെറുകേട് കാണിച്ചു ഇടതുപക്ഷം. വളരെ കഠിനാധ്വാനം ചെയ്ത് പാർട്ടിക്ക് വേണ്ടി എന്നും അഹോരാത്രം പ്രയത്നിച്ച സത്യസന്ധരായ പല നേതാക്കളെയും അവർ വെട്ടിമാറ്റി. അത് വളരെ അതെ, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ജി സുധാകരനെ പോലെയുള്ള വളരെ സത്യസന്ധരായിട്ടുള്ള, വളരെ സീനിയറായിട്ടുള്ള, ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള, റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള, പാർട്ടി വ്യത്യാസമില്ലാതെ ജനങ്ങൾ അംഗീകരിക്കുന്ന നേതാക്കളെ വെട്ടിമാറ്റിക്കൊണ്ടുപോയ അവരുടെ തന്ത്രങ്ങൾ, അവരുടെ വിഭാഗീയ ചിന്തകൾക്ക്
ഇപ്പോൾ ഒരു വിളനിലമായിക്കൊണ്ടിരിക്കുകയാണ് കേരളം. അതിലൊരിടമാണ് ആലപ്പുഴ. അവിടെ നിന്ന് എന്താണ് നമുക്ക് കിട്ടുന്നത് നോക്കാം. എന്തായാലും അവിടെ ആലപ്പുഴയിൽ അവർക്ക് നല്ലൊരു ആധിപത്യം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മണ്ണായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെയും. അത് സംബന്ധിച്ചുള്ള സമവായങ്ങൾ അവർക്ക് അവിടെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റ് പാർട്ടികൾക്ക് എതിർപക്ഷത്തെ ചേരിക്ക് എത്രത്തോളം അതിലേക്ക് കടന്നു കയറാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഇടത് കോട്ട എന്ന ആലപ്പുഴയിലെ വിവരങ്ങൾ എന്തൊക്കെയാണ് കുഞ്ചു? അല്ല, ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ ഇടത് കോട്ട എന്ന് ഇനി പറയാൻ കഴിയുമോ എന്നുള്ളൊരു സംശയമാണ്. കാരണം 6-ൽ ഒരിടത്ത് മാത്രമാണ് ഒരിടത്ത് മാത്രമാണ് LDF ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. 6-ൽ 5 UDF അവരുടെ വ്യക്തമായ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി അവിടേക്ക് LDFന് മുന്നോട്ട് വരിക എന്ന് പറയുന്നത് ഒരു പ്രയാസകരമായ കാര്യമാണ്. കാരണം ആലപ്പുഴയിൽ എനിക്ക് തോന്നുന്നു നേരിട്ട് പ്രവർത്തനങ്ങളുടെ ഏകോപനം ചെയ്തിരുന്നത് രമേശ് ചെന്നിത്തലയുടെ ഒരു നേതൃത്വത്തിലായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക്കായി, കാരണം നമുക്കറിയാവുന്നതാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് തന്ത്രം എന്ന് പറയുന്നത് അദ്ദേഹം സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെല്ലാം നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും കാര്യങ്ങളെല്ലാം പരിശോധിച്ച് പോകുമ്പോൾ മനസ്സിലാവും. കാരണം ഈ വോട്ടെടുപ്പിന്റെ കാര്യം അടൂർ പ്രകാശ് പറയുന്നതിന് മുമ്പ് തന്നെ ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി എല്ലാം പുറത്ത് പറഞ്ഞത് എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തലയായിരുന്നു. അപ്പോൾ രമേശ് ചെന്നിത്തല കൃത്യമായി തിരഞ്ഞെടുപ്പുകളെ എല്ലാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളാണ്. ആ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ ഈ 5 ഇടങ്ങളിൽ UDF ആധിപത്യം സ്ഥാപിക്കുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മാത്രമല്ല, ഈ മുനിസിപ്പാലിറ്റികളിൽ 5 ഇടങ്ങളിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന UDFൻ്റെത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയെ വലിയ രീതിയിൽ മാറ്റിമറിക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് എത്തുമെന്നുള്ളതാണ്. അത് മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ വ്യക്തമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ UDFന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും. അവിടെ പലയിടങ്ങളിലും ഈ പറഞ്ഞ പോലെ എന്താണ് നമ്മൾ ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളിലേക്ക് എല്ലാം കടന്നു വരുമ്പോൾ അവിടെ NDAയും വ്യക്തമായ ഭൂരിപക്ഷത്തിലേക്ക് അല്ലെങ്കിൽ വ്യക്തമായ ഒരു നില ഉയർത്താനായി മെച്ചപ്പെടുത്താനായി സാധിച്ചു എന്നുള്ളതാണ്. നമ്മൾ നോക്കുമ്പോൾ ഈ LDF വിജയിക്കുന്ന ചേർത്തലയിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് NDA അതായത് BJP 4 സീറ്റുകളുമായി മുന്നോട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അവിടെ മാത്രമാണ് LDFന് രണ്ടക്കം കടന്ന് 18 എന്ന് പറയുന്ന ഒരു സീറ്റിലേക്ക് എത്തുന്നത്. അത് മാത്രമല്ല, ആലപ്പുഴ മുനിസിപ്പാലിറ്റി ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആലപ്പുഴ നഗരസഭയിൽ നോക്കുമ്പോൾ UDFന് 23-ഉം NDAക്ക് 5-ഉം എന്നുള്ള നിലയിൽ നിൽക്കുകയാണ്. അവിടെയും LDFന് 21 എന്നുള്ള സീറ്റ് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ വോട്ട് നിലകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് UDF പിടിക്കുന്ന അല്ലെങ്കിൽ UDF വിജയിച്ച ഇടങ്ങളിൽ എല്ലാത്തിലും എനിക്ക് തോന്നുന്നു നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ LDFന്റെ വോട്ട് ബാങ്കുകൾ ചോർന്നിരിക്കുകയാണ്. വളരെയധികം ചോർന്നിരിക്കുന്നു. ആ ചോർന്നിരിക്കുന്നതിന് നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ ഹിന്ദു വോട്ടുകളെല്ലാം BJPയിലേക്കും മുസ്ലിം വോട്ടുകളെല്ലാം ഒരുപക്ഷെ കോൺഗ്രസിലേക്കും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. നേരത്തെ പലപ്പോഴായി പറഞ്ഞിട്ട് ഈ വിവാദങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ജമാഅത്തിയുമായി ഉള്ള ബന്ധം, അവരുമായുള്ള സൗഹൃദം, ഇതൊക്കെ വലിയ രീതിയിൽ വിവാദമാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഏശിയില്ല എന്നുള്ളതാണ്. പക്ഷേ അതിലുപരിയായി ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ മതസംഘടനകളുടെ അല്ലെങ്കിൽ ജാതി സംഘടനകളുടെ അല്ലെങ്കിൽ വിഭാഗങ്ങളുടെയൊക്കെ കൂട്ടുപിടിച്ചിട്ട് കൂടി ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ LDFന് സാധിച്ചില്ല എന്നുള്ളത്. പിണറായി 3.0 സ്വപ്നം കണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതിനൊരു തിരിച്ചടി നേരിടുമോ എന്നുള്ളൊരു കാര്യമാണ്. കാരണം പിണറായി 3.0 സാധ്യമാണ്, വളരെ എളുപ്പം സാധ്യമാണ് എന്ന് കരുതിയെടുത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകുന്നത്. 378-ൽ പരം ഗ്രാമപഞ്ചായത്തുകളിൽ ലീഡ് ചെയ്യുന്നു എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ. 392 ഇടത്താണ് ഇപ്പോൾ UDF ലീഡ് ചെയ്യുന്നത്. അത് മൊത്തത്തിൽ കോർപ്പറേഷൻ, പിന്നെ നഗരസഭ, ജില്ലാ പഞ്ചായത്ത്, ഡിവിഷൻ, ഗ്രാമസഭ, ഇതിലെല്ലാത്തിലും ഒരു ഫുൾ മേൽക്കോയ്മ വരുന്നത് വളരെ അപൂർവമായിട്ട് മാത്രം കേരളത്തിൽ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അത് ബ്ലോക്കിലും ഇപ്പോൾ UDF ആയിരിക്കും. അതാ പറഞ്ഞ മൊത്തം ഈ എല്ലാ ഘടകങ്ങളിലും, അതായത് ഒരു സമ്പൂർണ്ണ ആധിപത്യം UDFന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. എന്നാൽ UDF പലയിടത്തും വിമതശല്യവും മറ്റ് പല പ്രശ്നങ്ങളും, സാമ്പത്തിക പ്രശ്നവും ആൾബല പ്രശ്നവും എല്ലാം നേരിട്ടിട്ട് കൂടി ഇവിടെ ഇങ്ങനെ ഒരു വോട്ട് മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ളൊരു ചൂണ്ടുവലകയാണ്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, LDF പിന്നെ ജാതിമത സംഘടനകളിലെയൊക്കെ കൂട്ടുപിടിച്ചെങ്കിൽ പോലും അവിടെ ഒരു സിൻസിയറിറ്റി ഇല്ലായിരുന്നു എന്ന് ജനങ്ങൾക്ക് തോന്നി എന്നുള്ളതാണ് പ്രത്യേകത. ജനങ്ങൾ കണ്ടത് 2 മതങ്ങളെ, ഒന്ന് അയ്യപ്പ സംഗമം നടത്തിയിട്ടാണെങ്കിൽ മറ്റൊന്ന് ഫലസ്തീൻ പറഞ്ഞുകൊണ്ടായിരിക്കും. ഇത് രണ്ടിലും ഇങ്ങനെ മാറി മാറി നിൽക്കുമ്പോൾ ജനത്തിന് തോന്നുന്നത് ഇതൊരു വെറും ഒരു നാടകമാണ്, ഇതിൽ യാതൊരു സത്യസന്ധതയും ഇല്ല എന്ന് തോന്നുന്ന വിധത്തിൽ വന്നു എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കോഴിക്കോട് മാത്രമാണ് അവർക്ക് മുന്നിട്ട് നിൽക്കാൻ സാധിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? നമുക്കിപ്പോൾ അവിടെ അത് BJPയുടെ ഒരു മുന്നേറ്റം അവിടെ ഉള്ളതുകൊണ്ടാണ്. കോഴിക്കോട് BJP സീറ്റ് കൂടുതൽ പിടിച്ചിട്ടുണ്ട്. ആ ഒരു മുന്നേറ്റം അതിനി സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം, പലയിടത്തും അത് UDFന് മുന്നേറ്റം ഉണ്ടാകുന്ന ചില സ്ഥലങ്ങളിൽ പോലും
LDF-ന് വിജയം വന്നത് അതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും തിരുവനന്തപുരത്തേക്ക് ശബരിനാഥന്റെ വിജയം വളരെ UDF-ന് ആശ്വാസകരം തന്നെയാണ്. ജനങ്ങളുടെ മനസ്സിൽ UDF ഉണ്ട് എന്നതിന്റെ തെളിവാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം എന്നാണ് ശബരിനാഥൻ പറഞ്ഞിരിക്കുന്നത്. LDF ഭരണം മാറണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് തെളിയിക്കുന്ന ജനവിധിയാണ് ഇത് എന്നും ശബരിനാഥൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. കിഴക്കമ്പലത്ത് 2020-ക്ക് വാർഡ് അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണം നിലനിൽക്കാൻ സാധിക്കുമെങ്കിൽ അവിടെ UDF കടന്നു കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. UDF എല്ലാ സ്ഥലത്തേക്കും ഒരു കടന്നുകയറ്റം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPM നേതാവ് മുൻ MLA-യുമായ KC രാജഗോപാൽ വിജയിച്ചു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ചു. പത്തനംതിട്ട മെഴുവേലി ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡിൽ നിന്നാണ് രാജഗോപാൽ വിജയിച്ചത്. 28 വോട്ടുകളുടെ ചെറിയ ഭൂരിപക്ഷത്തിലാണ്. EM അഗസ്തി തോറ്റു. മുൻ MLA ആയിരുന്ന EM അഗസ്തി തോറ്റിരിക്കുന്നു. ലതിക സുഭാഷ് കോട്ടയത്ത് തോറ്റിരിക്കുന്നു. അതെ അതെ, ഇങ്ങനെ ചില തിരിച്ചടികളും. കൊല്ലം കോർപ്പറേഷൻ മേയറായിരുന്ന ഹണി ബെഞ്ചമിൻ തോറ്റു ഇടതുപക്ഷത്തിന്റെ. അതെ, 3 തവണ കോർപ്പറേഷൻ മേയറായിരുന്നു ഹണി ബെഞ്ചമിൻ. 368 വോട്ടിനാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് കുരുവിള ജോസഫ് അവിടെ ഹണിയെ തോൽപ്പിച്ചത് എന്നുള്ളതാണ്. ഹണിയുടെ മധുരം കുറഞ്ഞു കൊല്ലത്ത്. അതെ, ആ ഒരു പ്രഭാവത്തിൽ നിന്നും തള്ളി താഴെ ഇട്ടുകൊണ്ട് UDF-ന്റെ മുന്നേറ്റമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തൊടുപുഴ നഗരസഭയിലേക്ക് നോക്കുമ്പോൾ UDF ഭരണമാണ്. LDF 3-ാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളതാണ്. തൊടുപുഴ പോലൊരു സ്ഥലത്ത് UDF 21 സീറ്റ് നേടുന്നു. NDA-ക്ക് 9 സീറ്റ് ലഭിക്കുന്നു. LDF 6-ലേക്ക് ഒതുങ്ങുന്നു. സ്വതന്ത്ര 2 എണ്ണം നേടുന്നു. അപ്പോൾ അവിടെയും വളരെ വളരെ മികച്ചൊരു മുന്നേറ്റമുണ്ടാക്കാൻ UDF-ന് സാധിക്കുന്നു. നോട്ട് ചെയ്യേണ്ടത് NDA അവിടെ 9 സീറ്റ് നേടുന്നു എന്നുള്ളതാണ് തൊടുപുഴ പോലൊരു സ്ഥലത്ത്. അതും തിരുവനന്തപുരം കോർപ്പറേഷൻ. തൊടുപുഴ പണ്ടേ അങ്ങനെ ഒരു ബേസ് ഉണ്ട് കേട്ടോ. അതെ അതെ അതെ, അവിടെ നായർ ക്രിസ്ത്യൻ ഒരു കൂട്ടായ്മ പണ്ടേ ഉള്ളതാണ് അല്ലേ? അതിന്റെ ഒരു ഗുണം ആണ് ഈ റിസൾട്ടിൽ കാണുന്നത്. ഓക്കെ, R ശ്രീലേഖയുടെ വിജയം 700-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കേട്ടോ. ആദ്യമൊക്കെ മാന്യമായ വിജയമാണ്. അതെ, അല്ല, വളരെ പിന്നിലായിരുന്നപ്പോൾ തന്നെ BJP-ക്കാർക്ക് തന്നെ ഒരു ഭയം ഉണ്ടായിരുന്നു. അല്ല, അത് മാത്രമല്ല, നേരത്തെ കോഴിക്കോടിൻ്റെ കാര്യം സൂചിപ്പിച്ചപ്പോൾ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കോഴിക്കോട് നമ്മൾ നോക്കുമ്പോൾ 20 സീറ്റുകളിലാണ് UDF ഉള്ളത്. 27 സീറ്റുകളിലാണ് LDF-ന് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത്. അവിടെയും 10 സീറ്റുകളിൽ BJP വിജയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളത് അവിടെയും എടുത്തു പറയണം. കാരണം ഈ കോഴിക്കോടും BJP-യുടെ ഒരു മുന്നേറ്റം അത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം BJP അത്രത്തോളം മുന്നോട്ട് വരാൻ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ 15-ൽ നിന്ന് 20%-ലേറെ വോട്ട് വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നത് അമിത്ഷാ പറഞ്ഞ പോലെ ഒരു അത്ഭുതം സൃഷ്ടിക്കുമെന്ന് പറയുന്നത്, ആ അത്ഭുതം സൃഷ്ടിച്ചോ എന്നുള്ളതിന്റെ ഉത്തരങ്ങളാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും നമുക്ക് ഒരു ഇടവേളയ്ക്ക് പോകേണ്ടിയിരിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വേഗത്തിൽ മടങ്ങിയെത്താം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വിധിയെഴുത്ത് ദിനമായ ഇന്ന് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ റിപ്പോർട്ടുകളാണ്. ഏറ്റവും കൂടുതൽ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ UDF-ന്റെ മുന്നേറ്റം, UDF-ന്റെ വൻ തിരിച്ചുവരവാണ് കേരളത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ജനങ്ങൾ നൽകിയ വിജയം എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. അവരുടെ പരിശ്രമത്തിനപ്പുറത്തേക്ക് ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പല കാര്യങ്ങളിലും പകൽക്കൊള്ള, അത് ഇനി പാടില്ല എന്ന് ജനങ്ങൾ പറയുകയാണോ? ഏതായാലും ഇതിനുള്ള ഉത്തരം നമുക്ക് ഇടതുപക്ഷത്തിൽ നിന്ന് തന്നെ ലഭിക്കേണ്ടതാണ്. അത്തരത്തിൽ ജനങ്ങൾ ഒരു വിധിയെഴുത്ത് നടത്തിയിരിക്കുന്നു എന്ന് UDF പറയുന്നു. ഞങ്ങൾ ശക്തമായൊരു സാന്നിധ്യമാണ് കേരളത്തിൽ എന്ന് വ്യക്തമാകുന്നതാണ് ഈ റിസൾട്ട് എന്ന് BJP-യും പറയുകയാണ്. കാത്തിരിക്കാം കൂടുതൽ റിസൾട്ടിനായി. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം വേഗത്തിൽ. വോട്ടേഴ്സ് ചോയ്സ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് തിരുക്കൊച്ചി ഫിൻകാപ്പ്, മലയാളത്തിന്റെ സ്വന്തം ഗോൾഡ് ലോൺ കമ്പനി. ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ.